ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. കമലനും വിഷ്ണുവും കൂടെ ഒരു ബേക്കറിയിലോട്ട് വന്നിരിക്കുവാണ്. വിഷ്ണു ഉണ്ടാക്കി വെച്ചിരുന്ന കേക്കൊക്കെ ചളവായി പോയല്ലോ. അപ്പോൾ പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കി നാളെ കൊടുത്തു വിട്ടെങ്കിൽ പപ്പിക്കും സത്യയ്ക്കും സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് രാത്രിയിൽ തന്നെ വിഷ്ണുവും കമലിനൂടെ ബേക്കറിയിൽ വന്നിരിക്കുവാണ്. കമലന്റെ കൂട്ടുകാരന്റെ ബേക്കറിയാണത്. അയാൾ കമലിനോട് ചോദിക്കുന്നുണ്ട്, ഈ രാത്രിയാണോടാ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? ഇത്രയും നേരം നീ ഇതെവിടെയായിരുന്നു? അത് പിന്നെ കൊച്ചിൻ്റെ അച്ഛൻ രാത്രി തന്നെ ആഘോഷിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കാൻ വന്നത് എന്നൊക്കെ കമലൻ അങ്ങോട്ട് പറയുവാണ്. അപ്പോൾ ഇതാണോ കൊച്ചിൻ്റെ ചെറിയച്ഛൻ എന്നാ കടക്കാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലൻ ആ കടക്കാരനെ കുറിച്ച് വിഷ്ണുവിനോട് പറയുവാണ്, ഇതിനു മുൻപേ ഒരു ക്രിസ്മസിന് ഇവൻ കുറേ കേക്കൊക്കെ ഉണ്ടാക്കിയുടെ ബിസിനസ് നടത്തി. ആരോ കള്ളന്മാർ വന്ന് അവൻ വിറ്റ പൈസയും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന കേക്കും എല്ലാം അടിച്ചുകൊണ്ട് പോയി. അന്ന് മുതൽ അവൻ ഇവിടെ തന്നെയാണ് ഉറക്കം. അതുകൊണ്ട് ആശാനെ ഞാൻ പറഞ്ഞത്, പേടിക്കണ്ട, ഇങ്ങോട്ട് പോരാ, ഇവിടെ തന്നെ കിട്ടുമെന്ന്. ഈ രാത്രിയിൽ തന്നെ ആഘോഷിക്കണം എന്നാ കടക്കാരൻ ചോദിക്കുമ്പം വിഷ്ണു പറയാം, എൻ്റെ ഭായി ഇതൊന്നും അല്ല കാര്യം. കുട്ടികൾക്കാണെങ്കിൽ നാളെ സ്കൂളിൽ കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ ഒരേ നിർബന്ധം. ഞാനാണെങ്കിൽ ഒന്ന് കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ച് അതങ്ങ് പാളിപ്പോയി. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കിയ പോലെ തോന്നിക്കുന്ന ഒരു കേക്ക് വേണം. അപ്പോൾ ആ കടക്കാരൻ കമലന്റെ ഫ്രണ്ട് പറയുക, കണ്ടോടാ, നേരെ വാ നേരെ പോ, ഇങ്ങനെ വേണം സംസാരം. നിന്റെ ഈ ഉടായിപ്പ് പരിപാടിയൊന്നും ഇതുവരെ നീ നിർത്തിയില്ലടാ കമല എന്നൊക്കെ ചോദിച്ച് കളിയാക്കുവാണ് അയാൾ. കമലൻ പെട്ടെന്ന് ചെറിയ പരിഭവമൊക്കെ കാണിച്ചുകൊണ്ട് പറയാം, എൻ്റെ പൊന്നാശാനെ, ആശാന് പാളിച്ച പറ്റിയത് വെളിയിലാരും അറിയണ്ടെന്ന് കരുതിയല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, ആശാൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ് പിണങ്ങി നിൽക്കുന്ന പോലെ തിരിഞ്ഞു നിൽക്കുവാണ് നമ്മുടെ കമലൻ. അപ്പോഴാ ബേക്കറിക്കാരൻ കുറച്ച് കേക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്, ഇതിലേത് വേണോന്നും ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷ്ണു പറയുന്നുണ്ട്, വീട്ടിലുണ്ടാക്കിയതുപോലെ ഏകദേശം അങ്ങനെ തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അയാളൊരു കേക്ക് കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതെടുത്താൽ മതി, എങ്ങനെയുണ്ട്? എടാ കമല, നീ നോക്കിക്കേ, ഇത് പോരെ എന്ന് വിഷ്ണു ചോദിക്കുന്നു. അപ്പോൾ ഇത് മതിയെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോഴയാൾ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ പുറത്ത് വല്ലതും എഴുതുന്നത്? അതൊന്നും വേണ്ട, അങ്ങ് പാക്ക് ചെയ്തെന്നാൽ മാത്രം മതി. അപ്പോൾ കമലൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, ആശാനെ സംഗതി സക്സസ്. അങ്ങനെ രണ്ടുപേരും കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. രാവിലെ ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വേണ്ട പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനായിട്ട് പച്ചക്കറി കടയിൽ വന്നിരിക്കുവാണ്. അപ്പോഴാ കടക്കാരനാണ് ശാരിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. മൂത്ത മോൾ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. മോള് മാത്രമേ വന്നിട്ടുള്ളൂ, മരുമോൻ വന്നിട്ടില്ലേ? മരുമോൻ എവിടെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശാരദാമ്മയ്ക്ക് ഈർച്ചകടക്ക തോന്നുന്നു. ശാരദാമ്മ പറയുന്നു, അവന് വലിയ ജോലിയല്ലേ, അപ്പൊ ജോലിയുടെ ഭാഗമായിട്ട് റിസർച്ചിനായിട്ടാണ് വെളിനാട്ടിൽ പോയിരിക്കുക. അത്രയും വലിയ ജോലിയൊക്കെ ആകുമ്പോൾ വീട്ടിലിങ്ങനെ നിൽക്കാൻ പറ്റുമോ? പക്ഷേ കടക്കാരന് ഇച്ചിരി ഏഷണി പറയുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അയാൾക്ക് ഈ കൊതിയും നുണയും വലിയ ഇഷ്ടമാണ്. അയാൾ വീണ്ടും വീണ്ടും ശാരദാമ്മയെ കുത്തി ചോദിക്കുവാണ് ഓരോ ചോദ്യങ്ങൾ. അല്ലെങ്കിലും അങ്ങനെയാ, ഈ വലിയ നിലയിലുള്ള ആൾക്കാരൊക്കെ വന്ന് കല്യാണം കഴിച്ചാലേ അവർ പിന്നെ നമ്മുടെ വീട്ടിലെങ്ങാനും വന്ന് നിൽക്കുവോ എന്നൊക്കെ ഒരു കളിയാക്കിയ രീതിയിലാണ് ആ കടക്കാരൻ സംസാരിക്കുന്നത്. ശാരദാമ്മ അപ്പോൾ ആ കടക്കാരനോട് പറയുന്നുണ്ട്, എൻ്റെ മരുമകൻ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് വിദേശത്ത് പോയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ സമയം കിട്ടുമ്പോൾ വരും. അല്ലാതെ നിങ്ങളുടെ മരുമകനെ പോലെയല്ല, മകളെ കല്യാണം കഴിച്ചിട്ട് അവൻ അങ്ങ് ഇട്ടിട്ട് പോയില്ലേ, അല്ലാതെ ഉപേക്ഷിച്ചിട്ട് നാട് വിട്ടു പോയതൊന്നും അല്ലല്ലോ എൻ്റെ മരുമകൻ എന്ന് ശാരദാമ്മ ശരിക്കും പറയുന്നുണ്ട്. ഇനിയും കൂടുതൽ ശാരദാമ്മയുടെ വല്ലതും ചോദിച്ചാൽ ശാരദാമ്മയുടെ വായിന് ശരിക്കും കിട്ടുമെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ ശാരദാമ്മ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് കയ്യിൽ ഇങ്ങനെ കാശ് കൊടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. ശാരദാമ്മ അത് കണ്ടെന്ന് ഭയക്കുന്നുണ്ട്. ദൈവമേ, പോലീസ് ജീപ്പാണല്ലോ വരുന്നത്, അത് ഇവിടെ തന്നെ വന്ന് നിർത്തിയല്ലോ, ഇനി എന്താ കാര്യം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് പോലീസുകാരൻ ഇറങ്ങി വന്ന ആ കടക്കാരനോട് ചോദിക്കുന്നു, ഇവിടെ ഗോവിന്ദകൃഷ്ണന്റെ വീട് ഏതാ? ഗോവിന്ദകൃഷ്ണനോ എന്നിങ്ങനെ കടക്കാരൻ ചോദിക്കുന്നു. ഗോവിന്ദകൃഷ്ണനാണോ ഗോപാലകൃഷ്ണനാണോ? ശാരദാമ്മ ആകെ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. ഗോപാലകൃഷ്ണനാണെങ്കിൽ ദാണ്ട് ഇവരുടെ ഭർത്താവിന്റെ പേരും ഗോപാലകൃഷ്ണ എന്നാ എന്നിങ്ങനെ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കടക്കാരൻ. ശാരദാമ്മ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുക. അതെ, ഞാൻ പോട്ടെ, കടയിൽ വേറെ ആളില്ല എന്നും പറഞ്ഞ് ശാരദാമ്മ തിരക്കിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പെട്ടെന്ന്. സാറന്മാരെ, നിങ്ങൾ ആദ്യം ഉറപ്പീര്, ഗോവിന്ദകൃഷ്ണനാണോ ഗോപാലകൃഷ്ണനാണോ എന്നൊക്കെ കടക്കാരൻ ചോദിക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ 2-3 ഗോപാലകൃഷ്ണന്മാരൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പോലീസുകാർ രണ്ടുപേരും ഫോൺ എടുത്ത് ആ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശാരദാമ്മയാകെ വെപ്രാളം പിടിച്ചിങ്ങനെ നടന്നു പോവുകയാണ്. ദൈവമേ, ആ നസീറിന്റെ കേസ് അന്വേഷിക്കാനങ്ങനെ വന്ന പോലീസുകാരാണോ, ഇനി ഗോപാലേട്ടനെ തന്നെയാണോ അവർ അന്വേഷിച്ച് വന്നിരിക്കുന്നത് എന്ന് വിചാരിച്ചിങ്ങനെ പേടിച്ച് വിറച്ച് പോകുമ്പോൾ ആ പോലീസ് ജീപ്പ് ശാരദാമ്മയുടെ പുറകിന് തന്നെ വരുന്നു. അയ്യോ, ശാരദാമ്മയ്ക്ക് അത് കണ്ടപ്പോൾ നല്ല ജീവനങ്ങ് പോവുക.
പെട്ടെന്ന് ആ പോലീസ് ജീപ്പ് ശാരദാമ്മയുടെ അടുത്ത് തന്നെ കൊണ്ട് നിർത്തി ശാരദാമ്മ ആകെ ഭയന്ന് ആ സാരിത്തുമ്പോണ്ട് ഇങ്ങനെ മുഖം മറയ്ക്കാൻ നോക്കുവാണ്. അപ്പോഴാ പോലീസ് ജീപ്പിലിരുന്ന പോലീസുകാരൻ ശാരദാമ്മയോട് ചോദിക്കുന്നത്, ഈ വിദ്യാനഗർ എവിടെയാണ്? അത് കേട്ട് വിദ്യാനഗർ എന്നിങ്ങനെ പറഞ്ഞപ്പോഴാണ് ശാരദാമ്മയ്ക്ക് ഒരു സമാധാനമായത്. അത് ദേണ്ട അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ശാരദാമ്മ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. സാറന്മാർക്ക് അങ്ങോട്ടാണോ പോകേണ്ടത്? അതേന്ന് അവർ പറയുമ്പോഴാണ് ശാരദാമ്മയുടെ ശ്വാസം നേരെ വീണത്. അങ്ങനെ പോലീസ് ജീപ്പ് അങ്ങ് പോവുകയാണ്. ദൈവമേ, തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാലും എത്ര കാലം ഇതിങ്ങനെ കൊണ്ടുപോകും എന്നിങ്ങനെ ചിന്തിച്ച് ശാരദാമ്മ വീട്ടിലോട്ട് പോവുകയാണ്. ഈ സമയം രാഘവേട്ടനാണെങ്കിൽ പനിയും ചുമയും കൊണ്ട് ശ്വാസം മുട്ടലും എല്ലാം കൊണ്ട് വയ്യ. ആവിയൊക്കെ പിടിക്കുന്നുണ്ട് രാഘവേട്ടൻ. സത്യാമ്മയാണെ ചുക്ക് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട് രാഘവേട്ടനെ ചുമയ്ക്കുന്നതും ശ്വാസം മുട്ടലും ഒക്കെ കണ്ടുകൊണ്ട് സത്യാമ്മ പറയുന്നുണ്ട്, അയ്യോ നല്ല ചുമയുണ്ടല്ലോ, വാ നമുക്ക് ആശുപത്രിയിൽ പോയാലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ അങ്ങനെ അങ്ങ് പോവും. നിനക്ക് എൻ്റെ കൂടൊപ്പം ഇരിക്കാനൊന്നും സമയമില്ലല്ലോ, നിനക്ക് കച്ചവടത്തിന് പോകണമല്ലോ, അതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാശി പിടിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് രാഘവേട്ടൻ. എന്തിനാ രാഘവേട്ട ഈ വാശി കാണിക്കുന്നത്? എന്നോടാണോ ഈ വാശി കാണിക്കുന്നത് എന്നൊക്കെ സത്യാമ്മ ചോദിക്കുമ്പോൾ രാഘവേട്ടൻ പറയുന്നത്, ഞാൻ സർവേശ്വരനോട് തന്നെയാണ് വാശി കാണിക്കുന്നത്, എൻ്റെ ജീവൻ ഇങ്ങനെ ഇട്ടേക്കുന്നതിന് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഘവേട്ടൻ വഴക്ക് പറയുന്നുണ്ട് ഫാമി. ഈ സമയം പൊന്നി അങ്ങോട്ട് വരുന്നുണ്ട്. ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ എടുത്തു വെക്ക് പൊന്നി, നമുക്ക് പോകാം എന്നിങ്ങനെ സത്യാമ്മ പറയുന്നുണ്ട്. പുതിയ കുറച്ച് ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട്, കുറെ കടകളുടെ ഓർഡറും വന്നിട്ടുണ്ട്. പക്ഷെ രാഘവേട്ടന് സുഖമില്ലാതെ എങ്ങനെയാ പോകുന്നത് എന്നിങ്ങനെ സത്യാമ്മ പറയുമ്പോൾ രാഘവേട്ടൻ ദേഷ്യത്തോടെ തന്നെ പറയാ, എന്നെ ഓർത്ത് ആരും ഇവിടെ നിൽക്കണ്ട, നിങ്ങളുടെ കച്ചവടം നടക്കട്ടെ, എൻ്റെ അടുത്ത് ആരും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് രാഘവേട്ടൻ. പൊന്നി, നീ പറയുന്നത് കേട്ടില്ലേ? ഞാൻ രാഘവേട്ടന്റെ കാര്യം നോക്കാതെയാണോ വരുന്നത്? എല്ലാ കാര്യം ഞാൻ നോക്കിയിട്ടല്ലേ ഞാൻ ഇറങ്ങി വരുന്നത്. രാഘവേട്ടനെ വേണ്ടതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്നാൽ ഇനി ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞ ഫാമ ആ ചേറയിലോട്ട് കയറി അങ്ങ് ഇരിക്കുവാണ്. രാഘവേട്ടൻ വീണ്ടും പറഞ്ഞു, എന്നെ ഉദ്ദേശിച്ച് ആരും പോകാതിരിക്കണ്ട, ഞാൻ ഏന്തിയോ വലിഞ്ഞോ എഴഞ്ഞോ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം. എന്റെ സഹായത്തിന് ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ, അയാളെ ഓടിച്ചു വിട്ടില്ലേ? അയാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ പൊന്നുപോലെ കൊണ്ടുവന്നേനെ. പിള്ളയെ അടുത്തില്ലാത്തതിന്റെ ദേഷ്യവും സങ്കടവും രാഘവേട്ടനെ ശരിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തീരെ വയ്യാത്ത കാര്യം പോലും സത്യഭാമയോട് പറയാത്തത്. രാഘവേട്ടൻ പയ്യെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് പൊന്നി ആ ഊന്നുവടി എടുത്ത് രാഘവേട്ടന്റെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. എന്നെ നോക്കാൻ എനിക്കറിയാം, എന്നെ ആരും നോക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. സത്യാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പിള്ളയെ അടുത്തില്ലാത്തതിന്റെ സങ്കടം ഒരുപാട് രാഘവേട്ടനുണ്ടെന്ന്. സത്യാമ്മ ചുക്കാപ്പി കൊടുക്കുന്നുണ്ട് രാഘവേട്ടന്. രാഘവേട്ടൻ പറയുന്നു, ഈ ചുക്കാപ്പി കുടിച്ചാൽ എൻ്റെ ശരീരത്തിന്റെ വേദന മാറും, പക്ഷെ എൻ്റെ മനസ്സിന്റെ വേദന മാറുമോ എന്ന് പറഞ്ഞ് രാഘവേട്ടൻ അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. സത്യാമ്മയോട് രാഘവേട്ടൻ പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണ്ട, നീ പൊയ്ക്കോ, നിന്റെ കച്ചവടം നടക്കട്ടെ, ഞാൻ എങ്ങനെങ്കിലും ഏന്തി വലിഞ്ഞോ എങ്ങനെങ്കിലും പൊയ്ക്കോളാം. അത് രാഘവേട്ട ഓട്ടോ വിളിച്ച് വേണം പോകാൻ, നടന്നു പോകല്ലേ. പിന്നെ ഓട്ടോ നീ വിളിക്കുമ്പോൾ ഓട്ടോ ഇങ്ങോട്ട് വരാനിരിക്കുമല്ലേ? ആ പിള്ളയെ അടുത്തില്ലാത്തതിൻ്റെ ദേഷ്യവാ പൊന്നി ഈ കാണിക്കുന്നതൊക്കെ എന്നിങ്ങനെ സത്യാമ്മ പറയുന്നുണ്ട് പൊന്നിയോട്. രാഘവേട്ടൻ കൂടെ ഒരുങ്ങി വരട്ടെ, ഇവിടെ ഇരിക്കു പൊന്നി, വന്നിട്ട് ഒന്നിച്ച് പോകാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊന്നി പറയുന്നു, ശാന്തേച്ചിയെ കണ്ടിരുന്നു ഞാൻ. ശാന്തേച്ചി പറഞ്ഞ് ശാരിക വന്നിട്ടുണ്ടെന്ന്. ശാരികയോ? ഏത് എന്ന് സത്യാമ്മ ചോദിക്കുക. പറഞ്ഞു, ശാരദാമ്മയുടെ മൂത്ത മോള് ശാരിക. ഓ, എന്തോ കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അത് പിന്നെ ഉണ്ടാകാതിരിക്കുമോ? ശാരദാമ്മയുടെ പെൺമക്കളല്ലയോ, അപ്പോൾ കുടുംബ പ്രശ്നം തന്നെ ഉണ്ടാകും. അപ്പോൾ ശാന്ത അവിടെ ഉള്ളതുകൊണ്ട് അവിടുത്തെ ന്യൂസൊക്കെ അപ്പോൾ അറിയാൻ പറ്റൂല്ലേ എന്ന് ചോദിച്ചപ്പോൾ, അല്ല, സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞതാ ശാരദാമ്മേ എന്നിങ്ങനെ പൊന്നി തിരുത്തി പറയുന്നുണ്ട്. അങ്ങനെ സത്യാമ്മയും പൊന്നിയും കൂടെ പലഹാരമൊക്കെ എടുത്തോട്ട് ഇങ്ങനെ സെയിൽസിനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് പൊന്നി നോക്കുമ്പോൾ നമ്മുടെ പിള്ളച്ചേട്ടൻ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നതാണ് കാണുന്നത്. സത്യാമ്മയെ തോണ്ട അതാരാ നിൽക്കുന്നതെന്ന് നോക്കിയാൽ പിള്ളച്ചേട്ടനല്ലയോ നിൽക്കുന്നത്. സത്യാമ്മ നോക്കുമ്പോൾ പിള്ളച്ചേട്ടൻ ഇങ്ങനെ ലോട്ടറിയുടെ ഒരു ബാഗും വെച്ചോണ്ട് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ലോട്ടറി വിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ സത്യാമ്മയും പൊന്നിയും കൂടെ പെട്ടെന്ന് പിള്ളച്ചേട്ടൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. സത്യാമ്മയെ കണ്ടതും പിള്ളച്ചേട്ടൻ സത്യാമ്മയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ ചോദിക്കുന്നു, താൻ എന്നാടോ ഈ ലോട്ടറി കച്ചവടമൊക്കെ തുടങ്ങിയത്? അത് സത്യാമ്മ, അതെൻ്റെ കൂട്ടുകാരൻ്റെ കടയാ. അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയതാ. ഇങ്ങനെ ഒരു കച്ചവടമൊക്കെ ചെയ്യുമ്പോൾ വരുമാനമാർഗവും ആവുമല്ലോ. അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഒരു പണി വേണ്ടേ സത്യാമ്മേ? പിള്ളച്ചേട്ടൻ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ സത്യാമ്മയ്ക്ക് ഭയങ്കര കുറ്റബോധവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. പിള്ളയ്ക്ക് എന്നെ അറിയാവുന്നതല്ലേ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി പിള്ള പിണങ്ങിഞ്ഞ് പോരുകയാണോ ചെയ്യേണ്ടത്?
എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അത് കുറച്ച് കഴിയുമ്പോൾ ഞാനതങ്ങ് മറക്കുകയും ചെയ്യും. ഇതൊക്കെ പിള്ളയ്ക്കും അറിയാവുന്നതല്ലേ. അത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞാൻ പിള്ളയെ വഴക്ക് പറയാറുള്ളത്. ഈ പൊന്നിയെ നോക്ക്, ഇവളെ ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പോകാനാണെങ്കിൽ പിന്നെ എല്ലാവർക്കും പോകാനേ സമയം കാണത്തുള്ളൂ. ഞാൻ പറഞ്ഞതും കേട്ട് പിള്ള അങ്ങ് പോയി. പക്ഷേ രാഘവേട്ടൻ്റെ കാര്യം പിള്ള ഓർത്തോ? രാഘവേട്ടൻ്റെ കാര്യം ആകെ കഷ്ടത്തിലായി. നിങ്ങളുടെ ആത്മസുഹൃത്തിനെ ഉപേക്ഷിച്ചിട്ടല്ലേ പിള്ള ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ആത്മബന്ധം മനസ്സിലാക്കാൻ എനിക്ക് കുറെ സമയം എടുക്കേണ്ടി വന്നു. പിള്ളയ്ക്ക് അറിയാവുന്നതല്ലേ രാഘവേട്ടന്റെ സ്വഭാവം. പിള്ള ഇല്ലാതെ ഒന്നും രാഘവേട്ടന് പറ്റില്ല. രാഘവേട്ടനാണെങ്കിൽ ഇപ്പൊ തീരെ സുഖമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ രാഘവൻ സാറിന് എന്തു പറ്റി എന്നും പറഞ്ഞ് വെപ്രാളപ്പെടുവാണ് പിള്ള. രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ചുമയും പനിയ. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചിട്ട് പോകത്തതുമില്ല. ഒരുവിധം പറഞ്ഞ് ഉന്തിത്തള്ളി വിട്ടിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ പോവുമോ അതിനേക്കാളും കഷ്ടത്തിൽ തിരിച്ചു വരുമോ ഞാൻ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്നും പറഞ്ഞു. എല്ലാത്തിനും വലിയ ദേഷ്യമാണ്, അങ്ങ് ദേഷ്യപ്പെടുവാണ് എന്നൊക്കെ പറയുമ്പോൾ പൊന്നിയും പറയുന്നുണ്ട്. പിള്ളച്ചേട്ടൻ അവിടുന്ന് പോന്നതിന് ശേഷം രാഘവൻ സാറിന്റെ ദിനചര്യകൾ ആകെ തെറ്റി. വെറുതെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കും, ആരോടും ഒന്നും സംസാരിക്കത്തില്ല. അതൊക്കെ കേട്ടപ്പോൾ പിള്ളയ്ക്കൊരു സമാധാനമില്ല. പിള്ളയോടൊന്നങ്ങ് വെപ്രാളപ്പെടുക. അയ്യോ സത്യാമ്മേ, ഇപ്പൊ ഏത് ഹോസ്പിറ്റലാണ് പോകുന്നത്? നമ്മൾ സ്ഥിരം പോകുന്ന ആ ഹോസ്പിറ്റലിലോട്ടാണോ പോയത്? എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ പോകാം. ഞാൻ കൂടെ ചെന്ന് മരുന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കാം എന്നും പറഞ്ഞ് പിള്ളച്ചേട്ടൻ ആ കയ്യിലിരിക്കുന്ന ലോട്ടറിയോടുകൂടിയാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ സത്യാമ്മ ചോദിക്കുന്നുണ്ട്, ഈ ലോട്ടറി കച്ചവടം അപ്പം എങ്ങനെയാ? അതിപ്പോൾ ഇവിടെ കുത്തിയിരുന്ന് വിറ്റാലും വിൽക്കാത്ത ഏതെങ്കിലും ടിക്കറ്റിനായിരിക്കും സമ്മാനം അടിക്കുന്നത്. പക്ഷേ രാഘവൻ സാർ എന്നും എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ ഭാഗ്യം എന്നും പറഞ്ഞ് പിള്ളച്ചേട്ടൻ പോവുകയാണ്. ലോട്ടറി ടിക്കറ്റിൻ്റെ ബോർഡും പിടിച്ചോണ്ട് പിള്ളച്ചേട്ടൻ്റെ ഓട്ടം കണ്ടുകൊണ്ട് പൊന്നി പറയുന്നുണ്ട്, ദാണ്ട പിള്ളച്ചേട്ടന് രാഘവൻ സാറിന് സുഖമില്ലെന്ന് കണ്ടപ്പോൾ കച്ചവടം പോലും മറന്ന് എല്ലാം മറന്നത് ഓടുന്ന കണ്ടോ? അത് പൊന്നി, അവര് തമ്മിലുള്ള ആത്മബന്ധം അത്രയ്ക്കുണ്ട്. ഇനിയിപ്പോൾ രാഘവേട്ടന്റെ കാര്യത്തിൽ എനിക്ക് ആശ്വാസമായി. ഇനി എല്ലാം പിള്ള നോക്കിക്കോളും. അങ്ങനെ പൊന്നിയെ സത്യാമ്മയുടെ സാധനങ്ങൾ വിൽക്കാനായിട്ട് പോവുകയാണ്. ഈ സമയം രാഘവേട്ടൻ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ വരുവാണ്. റോഡിലാണെങ്കിൽ ഭയങ്കര തിരക്ക്. റോഡ് ക്രോസ് ചെയ്ത് പോകാനും പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ പാവം കഷ്ടപ്പെട്ട് ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴൊരു യാത്രക്കാരന്റെ വായിലിരിക്കുന്ന ചീത്തയും കേൾക്കുന്നുണ്ട്. എന്താടോ ചാകാനായിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് വന്നിരിക്കുവാണോ എന്നൊക്കെ അയാൾ പറഞ്ഞ ആ പാവത്തിന് വഴക്കും പറയുന്നുണ്ട്. ഈ സമയം പിള്ളച്ചേട്ടൻ ഇങ്ങനെ രാഘവേട്ടനെ തിരക്കി നടക്കുവാണ്. അപ്പോൾ രാഘവേട്ടനെ കാണുന്നുണ്ട്. ആ സ്കൂട്ടറുകാരൻ വഴക്ക് പറയുന്നതും കാണുന്നുണ്ട്. പെട്ടെന്ന് രാഘവൻ സാറേ എന്നും പറഞ്ഞ് ഓടി വരുവാണ് പിള്ള. ആ വഴക്ക് പറഞ്ഞവനെയും വഴക്ക് പറയുന്നുണ്ട് പിള്ള. എന്നിട്ട് രാഘവേട്ടന്റെ കൈക്ക് പിടിച്ച് ക്രോസ് ചെയ്ത് അവർ സൈഡിലോട്ട് വന്ന് രാഘവേട്ടൻ അവിടെ അങ്ങ് ഇരിക്കുവാണ്. എന്താ സാറേ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നു? ഞാൻ എവിടെയൊക്കെ സാറിനെ അന്വേഷിച്ചെന്നറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ രാഘവേട്ടൻ പിള്ളയുടെ കയ്യിലിരിക്കുന്ന ലോട്ടറിയും ബോർഡും ഒക്കെ കാണുന്നുണ്ട്. ഇതെന്താടോ പിള്ള, ഇയാളിത് മൊത്തത്തിൽ ഇങ്ങ് വാങ്ങിച്ചോ എന്ന് ചോദിക്കുവാണ് നമ്മുടെ രാഘവേട്ടൻ. അത് ഞാനൊരു കച്ചവടത്തിനിറങ്ങിയതാ സാറേ എന്ന് പറയുന്നു. സാറിങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പോകാതെ പിന്നെ എന്ത് ചെയ്യുവടോ? ഡോക്ടറെ കണ്ടിട്ട് വരുന്ന വഴിയാ. മരുന്നൊക്കെ തന്ന് കൃത്യമായിട്ട് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊന്നും ശരിയാവില്ല. എൻ്റെ കൂടെ ഉള്ള ഒരാളുണ്ടായിരുന്നപ്പോൾ കൃത്യമായിട്ട് എൻ്റെ കാര്യം നോക്കുമായിരുന്നു. പക്ഷെ അയാൾ എന്നോടും എൻ്റെ കുടുംബത്തോടും വഴക്കിട്ട് എങ്ങോട്ടോ അങ്ങ് പോയില്ലേ എന്നും പറഞ്ഞ് രാഘവേട്ടൻ കരയുന്നുണ്ട്. താനല്ലേടോ എൻ്റെ സാരഥി, താനില്ലാതെ പിന്നെ എങ്ങനെയാടോ എന്നൊക്കെ പറഞ്ഞ് രാഘവേട്ടനും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. അത് കണ്ട് പിള്ളച്ചേട്ടനും കരയുവാണ്. താൻ ഉണ്ടാവുകടോ എൻ്റെ കൂടൊപ്പം എൻ്റെ മരണം വരെ? ഞാൻ ഉണ്ടാകും സാർ. അപ്പോൾ തനിക്ക് എന്നോട് പിണക്കമില്ലേ? ഒരു പിണക്കവും ഇല്ല സാറേ. ഇനിയിപ്പോൾ അഥവാ ഉണ്ടെങ്കിലും സത്യാമ്മ പറഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് പോയി. സത്യാമ്മ പറഞ്ഞെന്നോ? ആ സത്യാമ്മ എന്നെ കണ്ടായിരുന്നു. സത്യാമ്മ എല്ലാം പറഞ്ഞു എന്നോട്. ഫാമ വന്നോ തൻ്റെ അടുത്ത്? വന്നു സാറേ, എന്നോട് സങ്കടമൊക്കെ പറഞ്ഞു. അത്രേ ഉള്ളൂടോ ഫാമയുടെ കാര്യം അങ്ങനെയാ എന്ന് പറഞ്ഞ് രാഘവേട്ടനും അങ്ങ് സന്തോഷപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ തൻ്റെ സാരഥിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ രാഘവേട്ടൻ ഇങ്ങനെ പിള്ളയെ തന്നെ നോക്കിയിരിക്കുവാണ്. ഈ സമയം കളക്ടർ ഓഫീസിൽ വിഷ്ണു ആ കാറൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുവാണ്. ADM ജോൺ അവിടെ ദൂരം മാറി ഇതൊക്കെ കാണുന്നുണ്ട്. ഈ സമയത്ത് സുഖമില്ലാത്ത ഒരു അമ്മയും പിടിച്ചോണ്ട് ഒരു മകനാണെന്ന് തോന്നി ഇങ്ങനെ വരുന്നുണ്ട്. ഒരു കൈ കൊണ്ട് അമ്മയെ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടുണ്ട്. മറ്റേ കയ്യിൽ ഒരു കടലാസ് പൊതിയും അവൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് അവൻ വന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നു, ഈ പെൻഷനുള്ള അപേക്ഷ കൊടുക്കുന്നതൊക്കെ എവിടെയാണെന്ന്. അപ്പോൾ വിഷ്ണു ഇതോ അവിടെയാണെന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വയ്യാത്ത അമ്മയെ കൊണ്ടുവന്ന് കാണിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാ എന്നൊക്കെ പുറൂർക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അമ്മ ഇങ്ങനെ ബോധക്കേട് വരുന്ന പോലൊക്കെ വീഴാൻ ഒരുങ്ങുന്നുണ്ട്. ചേട്ടാ ഇതൊന്ന് പിടിച്ച് എന്നും പറഞ്ഞ അയാളുടെ കയ്യിലിരുന്ന കടലാസ് പൊതി വിഷ്ണുവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ആ അമ്മ താഴെ വീഴാതിരി പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുവാണ് അയാൾ. ഞാൻ അമ്മയെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് വരാം എന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട്. വിഷ്ണു ആ പൊതി വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയാതെ.
ഇതെല്ലാം ADM ജോൺ അവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. അവൻ മനസ്സുകൊണ്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ADM ജോണും ആ വന്നവനും അവൻ്റെ അമ്മയും ചേർന്നുള്ള കള്ളക്കളിയാണെന്നാണ് തോന്നുന്നത്. വിഷ്ണുവിനെ എന്തോ കേസിൽപ്പെടുത്താനുള്ള കെണിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ADM ജോൺ എന്തൊക്കെ കെണി വെച്ചൊരുക്കിയാലും വിഷ്ണുവിനെ രക്ഷിക്കാൻ ശാലിനി ഉള്ളപ്പോൾ ഒന്നും നടക്കില്ല. ഇനി ഇതിന് ശാലിനി എന്താണ് അവന് കൊടുക്കാൻ പോകുന്നതെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.